ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് വിവാദത്തിൽ എം സ്വരാജിന് മറുപടിയുമായി കള്ളൻ വിജയന്റെ എഴുത്തുകാരൻ ടി.സി. രാജേഷ്. കള്ളൻ വിജയനെക്കുറിച്ച് ലേഖനം തയ്യാറാക്കാൻ അനുവാദം നൽകിയത് കെ.ആർ. അജയനാണ്. വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാതിരിക്കാൻ കാരണം തന്റെ ലേഖനമാണെന്ന് അനൌദ്യോഗികമായി വിവരം ലഭിച്ചു. ഇത്തരം ലേഖനമില്ല എന്ന് എം സ്വരാജ് പറയുന്നതിൽ അസ്വാഭാവികതയില്ല. പ്രസിഡന്റ് എഡിറ്റർ അങ്ങനെയൊരു ലേഖനം കണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല എന്നും ടി.സി. രാജേഷ് പ്രതികരിച്ചു. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ കള്ളൻ വിജയൻ എന്ന ലേഖനം എഴുതിയ ആൾ തന്നെ പ്രതികരിക്കുന്നത് ആ ലേഖനം ആവശ്യപ്പെട്ടിട്ട് എഴുതി കൊടുത്തതാണ് എന്ന് തന്നെയാണല്ലോ. ഇന്നിപ്പോൾ ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടാണ് സ്വരാജിന് പ്രതികരണം വന്നത്. എന്താണിപ്പോൾ രാജേഷ് സിന്ധു പറയുന്നത്? സ്മൃതി, എം സ്വരാജിനെ തള്ളുന്നുമില്ല. പകരം അങ്ങനെ ഒരു ലേഖനം താൻ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ടി.സി. രാജേഷ് സിന്ധു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള കെ.ആർ. അജയനോട് ഇത് സംബന്ധിച്ച് ഈ കള്ളൻ വിജയനെ കുറിച്ച് മുമ്പിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്ക് കൊടുത്ത് ഇത് ഫീച്ചറാക്കട്ടെ എന്ന് ചോദിച്ചു. ഫീച്ചറാക്കാൻ കെ.ആർ. അജയൻ പറഞ്ഞു. അതനുസരിച്ചാണ് ഫീച്ചറാക്കിയത്. അതായത് മുൻകൂട്ടി തന്നെ ഇതൊരു ഫീച്ചറാക്കട്ടെ എന്ന് അനുമതി വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള ആളോട് ചോദിക്കുകയും അതനുസരിച്ച് ചെയ്തു കൊള്ളാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10-15 കിലോമീറ്ററുള്ള മുത്തിപ്പാറയിലേക്ക് ജൂൺ മാസം 1-ാം തീയതി പോയി വിവരങ്ങൾ എടുത്ത് ഒരു ഫീച്ചർ തയ്യാറാക്കി ഇമെയിലായി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അങ്ങനെ ഒരു ലേഖനമുണ്ട്. അത് എഡിറ്റർ തന്നെ പറഞ്ഞു, ന്യൂസ് എഡിറ്റർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് തന്നെ ചെയ്തു കൊടുത്തതാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു ഫീച്ചറിന്റെ കാര്യം റെസിഡന്റ് എഡിറ്ററായ എം സ്വരാജ് അറിയണമെന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുമുണ്ട്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.